ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യലാണ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ആരാണ് ഗൈസ്? 2 വർഷത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ചങ്ങനാശ്ശേരി വന്നേക്കും. അപ്പം ഞങ്ങൾ റൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. സ്നേഹമോഹനേ ഉള്ളു. അപ്പം ഞങ്ങൾ ഇനിയും കോളേജിലോട്ടൊക്കെ പോകാൻ വേണ്ടി തുടങ്ങും. ഇന്ന് അലുമിനി മീറ്റൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്ന വിശേഷങ്ങളൊക്കെ കാണാമല്ലോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ മസാല ദോശ കഴിക്കാൻ വന്നേക്കുക. ഇവിടെ എല്ലാ പ്രാവശ്യം ബീട്രൂട്ടാണ്. ഒന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങൾ റൈയാണ് വിചാരിച്ച് ഓടിച്ചപ്പോൾ വേറെ ആരും വരുന്നത് കഴിച്ചു. റൈ വരുമോ ഇല്ലയോ? ഇപ്പം മിക്കവാറും അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉണ്ടായിരിക്കത്തുള്ളൂ. നോക്കാം. ഞങ്ങൾക്ക് റൈയെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇനി നേരെ കോളേജിലോട്ട് ഞങ്ങൾ കോളേജിലോട്ട് പോവാം. ഞങ്ങളുടെ പഴയ കോളേജ് വഴികളിലൂടെ പോവുകയാണ്. ഞാൻ മുടി പരീക്ഷണം നടത്തുന്നത് ഇവിടെ നിന്നിട്ടായിരുന്നു നമ്മൾ ഇതൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഓർമ്മയുണ്ടോ? ഞാനും കുഞ്ഞിനൂടെ നടന്നു വന്ന് ബാക്കിൽ നിന്നൊരു ഫോട്ടോ നീ എടുത്ത് വിടായിരുന്നു. അതെ, എടി ഇത് ട്രെൻഡിങ് ആയിട്ടുള്ള ഇപ്പോഴത്തെ നൈറ്റി അല്ലേ? പുതിയൊരു ഗർഭിണികളല്ല നൂഡിൽസ് കഴിക്കുന്ന പുതിയ അതൊക്കെ ഉണ്ട് ഇപ്പോഴും. ഇത് ചെറുക്കിന്റെ ഒക്കെ ഫോട്ടോ. കഫീൻ അല്ലേ? നമ്മള് മനസ്സിലിട്ട് നമ്മള് 19 ഒത്തിരി നാൾ അടുത്ത പോലെ തോന്നുന്നു. അതുപോലെ പെട്ടെന്നല്ലേ പോയത്? ഞങ്ങള് വന്നു. ഈ 2 വർഷം എങ്ങനെ അടി പോയത്? ഇല്ല അങ്ങോട്ട് നടന്നുകൊണ്ട് ഇവിടെ മറ്റേ ഇത് ഓർമ്മയുണ്ട്? ക്യാരറ്റ് കേക്ക് ആണെങ്കിൽ ബേക്ക് ചെയ്യുന്നേ. എനിക്ക് പെട്ടെന്നില്ലേ മരുമോന്റെ കട, മരുമോന്റെ അമ്മായിച്ചന്റെയും കട. അയ്യോ, അത് ഇതായിരുന്നോ? അതെ, ഇത് സത്യം. ഒരു ബ്രാഞ്ച് ഇവിടെ അല്ല. അതാണോ? 2 ബ്രാഞ്ചില്ലായിരുന്നു നമ്മുടെ ഇവിടെ. മരുമോൻ ഇവിടെ നിർത്തുന്ന മരുമോന് മറ്റേടത്ത് വന്നപ്പോ അമ്മായിച്ചിന് ഇവിടെ കണ്ട അങ്ങനെ കണ്ടായിരുന്നു. നമ്മളിതിൽ കൂടെ പോയിട്ട് ഉണ്ട്. നമ്മള് മറ്റേ എവിടെ കണ്ട് പോയിട്ട് എടി അത് ഇവിടെ ആയിരുന്നല്ലേ ആ കട? അപ്പൊ കട പൂട്ടിയോ? ഇതായിരുന്നു തോന്നുന്നു. അതെ, ഇവിടെ വന്നിട്ട് ക്യാരറ്റ് കേക്ക് ബേക്ക് ചെയ്തത് കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പൊ വെയില് കൂടി, ഞാനത് പറയാൻ വരുമായിരുന്നു. ഈ ഭാഗത്ത് നല്ല മണം അടിച്ചപ്പോഴേ ഓർമ്മ. പണ്ട് ഇവിടെ നിരത്തി വെക്കത്തില്ലായിരുന്നു. അയ്യോ, മാറിയുടെ ഇതിങ്ങനെ അല്ല, ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഇവിടെ ഭയങ്കര തണലായിരുന്നേ. ഇപ്പൊ ഈ ഭാഗത്തല്ലായിരുന്നു ഏറ്റവും കൂടുതൽ തണല്. ഇവിടെ എന്തോ മാറ്റം വന്നതുപോലെ. എടി ഇവിടെ പണ്ട് കുറെ വണ്ടികൾ ഇങ്ങനെ നിരത്തി ഇടുവായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഗേറ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ. എന്നാലും നോക്കിയ വേസ്റ്റ് കിടക്കുന്നു. എടി എന്റെ ക്ലാസ്സിൽ ഒന്നും ആരും വരുന്നില്ല. എന്റെ ക്ലാസ്സിൽ ആരും ഇല്ല. എനിക്കറിയത്തില്ല ഇനി ചെല്ലുമ്പോ ആരും കാണുമെന്നേ. പക്ഷെ എടി ഇവിടെ നിന്ന് ഈ വേസ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഫോട്ടോ എടുക്കാൻ അടിപൊളിയാ. എടി ഇവിടെ ഓർമ്മയുണ്ടോ? കുറെ ചെറുക്കന്മാര് പഠിച്ചോണ്ടിരുന്നു. കാണുമായിരിക്കും, ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്നത്. നമ്മൾ വരുമ്പോ എപ്പോഴും കാണും. എടി അതിൽ അന്നത്തെ കോഴികളായിരുന്നു. സത്യം. ആര് അതെ, ഞങ്ങളെ പണ്ടത്തെ കലാകാരി ശേഷം കണ്ടു.
എടി നീ ചുമന്ന് കൊടുത്തല്ലോ. അതെ അതെ. ഇല്ല ലിപ്സ്റ്റിക്കോ ഇതൊക്കെ വരും കേട്ടോ. എല്ലാം പോയി കണ്ടിട്ടല്ല വരുന്നത്. കണ്ടിട്ട് അവിടെ കയറുന്നോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ അടിച്ചു വിട്ടാൽ മതി. ഞാനും ഇത് കഴിഞ്ഞ ഓഗസ്റ്റ് എന്താ ഇവിടെ കുടിക്കത്തെ? ഇല്ല സോഡ ടേസ്റ്റ് പക്ഷെ അത്ര അല്ലെങ്കിൽ ചുമ്മാ ഓരോ പീസ് വായിൽ ഉപ്പടി. ഗൈസ് നിങ്ങളുടെ എല്ലാം ഇത് യൂട്യൂബിൽ വരും. ഗൈസ് അങ്ങനെ ഞങ്ങൾ ലൈമൊക്കെ കുടിച്ചിട്ട് നേരെയും കോളേജിലോട്ട് കയറാൻ പോകും. ഇവിടെ എന്തൊക്കെയോ പ്രസംഗമൊക്കെ നടക്കുന്നുണ്ട്. എടി ആരും ഇല്ലയോടി? ഇപ്പൊ പോയ ജ്യൂസ് കിട്ടും. ആന്നു ഫ്രീയാ. ഓർക്കുന്നു നമ്മള് ലാസ്റ്റ് ഡേ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതുവഴി നടന്നു. എടി 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 ഇത് നമ്മുടെ പിള്ളേരുടെ ഫോട്ടോ ഇല്ലായിരിക്കും. കഴിഞ്ഞ 22, 24 നമ്മള്. ഇപ്പോഴും അതിന്റെ മണ്ടയിൽ ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുന്ന ഫോട്ടോസ്. ഗൈസ് ഞങ്ങളുടെ ഹോസ്റ്റൽ ഞങ്ങളുടെ വിജയഭവൻ ഇവിടുന്നല്ലേ തുടക്കം ഇട്ട് തുടങ്ങിയത് ആന്ന്. വ്ളോഗ്. എടി തോണ്ടടി കോളേജ് എന്നൊക്കെ തന്നെ അസംഷൻ കോളേജിന്റെ ഇത് നോക്കി ഇങ്ങനെയൊക്കെ വെച്ചേക്കുന്നേ. എടി ഒരു ബോർഡ് വെച്ചേക്കുന്നുണ്ടോ? കോളേജാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ. ഗൈസ് കയറിക്കൂടി, ധൈര്യമായിട്ട് കയറി ഇറക്കി വിട്ട് തിരിച്ചു പോരാ. നമ്മുടെ ഹോസ്റ്റൽ ആമയുടെ ഷേപ്പ് ആടി താണ്ടടി ബി. എടി അവളമാർക്ക് ഗ്രൂപ്പ് ഇട്ട് വിടടി. ഞാൻ മറ്റേത് ഗ്രൂപ്പിലിട്ടായിരുന്നു. നമ്മള് നിങ്ങളെല്ലാം കണ്ടുപിട്ടു. ഇവിടോട്ട് വരുമ്പോ എന്തൊരു സ്വർഗം കണ്ട ഫീലാണ്. സത്യം എന്റെ പൊന്നെ. ഓർമ്മയുണ്ടോ കൊറോണ വരുന്ന സമയത്ത് എല്ലാരും പോയിട്ട് ഇവിടെ നിന്ന് ഡിസ്കസ്. എടി നമ്മളെ വെളി നിർത്തിയത് ഓർക്കുന്നുണ്ടോ? ഇവിടെ ഗൈസ് ഇവിടാണ് നമ്മളെ വെളി നിർത്തിയത്. ഇപ്പോഴും എനിക്ക് പേടിയാണ് ഇറക്കി വിടുമോ. ഒരു പ്രാവശ്യം ഞാൻ വന്നായിരുന്നു. ഇവിടൊക്കെ നിന്നായിരുന്നു. നമ്മുടെ പുൽക്കൂടി ഇവിടെ ആയിരുന്നു. ആ വീഡിയോസ് ഒക്കെ ഇപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. പുൽക്കോടിന്റെ വീഡിയോസ് ഒക്കെ. എനിക്ക് മറ്റേത് ഗൈസ് ഇത് ഞങ്ങളുടെ ഹോസ്റ്റൽ, അത് കോളേജ്. എത്ര പ്രാക്ടീസ് നടന്നതാ. ഇതങ്ങ് വിടർന്നു പോയി. മറ്റേ മരം വെട്ടിക്കളഞ്ഞത് വേറെയാ. പാമ്പ് വന്ന് ഞാൻ ഓടി അലച്ച്. ഞാൻ പറയട്ടെ, ഈ ഒരു മൂലയിൽ നീ ഒരു സ്പോട്ട്, ഞാൻ സ്പോട്ട് പഠിച്ചിരിക്കുമ്പോൾ എടി ഇവക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, അലക്കലിന്റെ മണ്ടയിരുന്ന് പഠിച്ച എക്സാം മാറ്റുമെന്ന്. അതിനെപ്പോഴും പോയിട്ടെ എടി പഠിച്ചില്ലെങ്കിൽ ഇവിടെ ഓടിപ്പോയി അലക്കലിന്റെ മണ്ടയിരിക്കും. എടി അതൊരു കറക്റ്റ് മാറ്റുകയും ചെയ്യും. ഒരു ദിവസം ഞാൻ ഇവിടെ ഇരുന്ന് പഠിച്ചപ്പോഴാ പാമ്പ് വന്ന്. എടി നാണ്ടി ഇത് കണ്ടോ? എടി ഇതിന് പണ്ട് നമ്മൾ വെയിലത്ത് നിന്നായിരുന്നു അലക്കുന്നത്. കിളിക്കൂടൊക്കെ ഇവിടെ ആയി. അലക്കലിന് ഇതൊക്കെ വന്നു. ഞങ്ങൾ എടി ചെരുപ്പ് ഇവിടെ അല്ലായിരുന്നു ഇടുന്നത്. പക്ഷെ ഞാൻ ആ ഓർമ്മ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ മാതില് വെച്ച് ഇല്ല, ഞങ്ങളുള്ളപ്പോ മാതിലില്ല.
ഞങ്ങളുടെ പ്ലേറ്റ് ഇത് നമ്മള് അന്ന് ഇറങ്ങാൻ നേരത്ത് വാങ്ങിച്ചു. എല്ലാവർക്കും കൂടെ വയ്യാണ്ടായി. ഇവിടെ ആയിരുന്നു ഇങ്ങനെ വന്നതിരുന്നു. ഇപ്പൊ പണ്ടത്തോട്ട് മറ്റേ ടൈം മെഷീൻ കിട്ടി. എന്തോ ഇതെന്തുവാ എടി നമ്മുടെ സ്റ്റഡി ഹോള് ബിൻസി ആൻറ്റി യൂട്യൂബ് ബ്ലോഗറാ. ഫീസ് അടയ്ക്കാൻ പിന്നെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പറയാം. പേടിച്ചറിവ് വരുന്നത്. എനിക്ക് നമ്മുടെ റൂം മെമ്പർ മേൽ ഫ്ലോറില്ല നമ്മുടെ. അത് കഴിഞ്ഞ് ചാപ്പൽ സ്റ്റഡി റൂം. പണ്ട് എടി താണ്ടടി കുരിശ് വേറെ പ്ലാൻസ്. പക്ഷെ ഇതില്ലായിരുന്നു. എടി ഇത് താഴെ മറ്റേ ഇവിടെ ഇരുന്നതാ. നമ്മൾ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യും. നമ്മുടെ കുറ്റമൊക്കെ താഴെ ഇരുന്ന് പറയുമ്പോൾ ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. നിന്റെ അമ്മ വരുമ്പോഴത്തേക്ക് ചെരുപ്പ് ഒരു പിടിച്ച് ഓടുന്നു. എടി ഇത് എൻ്റെ റൂമായിരുന്നു ആദ്യം. അല്ല ഇതായിരുന്നു എൻ്റെ 24A. സോറി, എൻ്റെ റൂം ഞാൻ മാറിപ്പോയി ഗൈസ്. ഡിയോടെ പെട്ട് പാവം ഡിയോയ്ക്ക് എന്നും അങ്ങോട്ട് പോകണ്ട നമുക്ക്. എന്തുവാടി നമ്മളിവിടെ മറ്റേ ലാസ്റ്റ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഡാൻസ് ഒക്കെ കളിച്ച്. എന്റെ കട്ടിലതായിരുന്നു. ഇത് നീമയുടെ, ഇത് ആഷ്നയുടെ, ഇത് നിമിഷയുടെ. ഗൈസ് ലാസ്റ്റ് തേക്കുന്നത് മസാജ് ചെയ്യുന്ന അളിയൻ ഇവിടെ ഇന്ന് നോക്കിയപ്പോഴാരും വായി നോക്കിയ സമയത്ത് ഞാൻ മറ്റേ അവിടെ ബർത്ത്ഡേ കേക്ക് മറ്റേ പാട്ടൊക്കെ ഇട്ട് മറ്റേ നീ എന്തൊരു കോഴിയടാ നേരത്തെ ചാർജിങ്ങിന്റെ ഇല്ലായിരുന്നു. എടി ഇത് മറ്റേ നീ പറഞ്ഞ ചേച്ചിയുടെ റൂം ഇതല്ലായിരുന്നു എടി, അനശ്വര ചേച്ചിയുടെ. ആ ചേച്ചിയുടെ കൂടെ തന്നെ വേറെ. എടി ഇത് അന്യ ചേച്ചിയുടെ റൂം. ഇത് എടി ഇത് മാളുവിന്റെ ഒക്കെ റൂം. ഇതായിരുന്നു ഞങ്ങളുടെ റൂം. വാ സ്നേഹമ്മ. ബാത്റൂമിന്റെ അവിടുത്തെ ഇവിടെ ചേറിട്ടല്ലേ ലിന്റെ അമ്മ വഴക്ക് പറഞ്ഞിട്ട്. ഇവിടെ ഇരുന്ന് പഠിക്കുന്നവരായിരുന്നു ജെമിയ. അതല്ലേ ലാസ്റ്റ് ഓരോ പെട്ടെന്ന് നമ്മളായിരുന്നു വായി നോക്കാൻ വരുന്നത്. എടി മറ്റേ മിസ്സുമാരൊക്കെ ഇവിടെ വന്ന് എക്സസൈസ് ചെയ്യുമ്പോൾ വായി നോക്കി നിൽക്കുന്നത്. അതൊക്കെ ഒരു എടി ടൈല് മാറ്റിയടി. അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. ഇവിടെ വെച്ച് എടുക്കാൻ പറ്റുമോ നോക്കി. അങ്ങനെ ഹോസ്റ്റലൊക്കെ ഞങ്ങൾ ചുറ്റി കാണുവാണ്. ഞങ്ങളുടെ പഴയ സ്ഥലങ്ങളിലൂടെയൊക്കെ ഒരു നടത്തം. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് സത്യത്തിൽ. ഈശോയുടെ പുതിയ ഫോട്ടോ വന്ന എടി ഇവിടൊക്കെ ഇരുന്നായിരുന്നു. എടി താഴോട്ടൊക്കെ നോക്കി സംസാരവും. ഇത് മാളുവിന്റെ സീറ്റായിരുന്നു. മാളു വരുന്ന ആദ്യം
എനിക്ക് മാളും ഇവിടെ ഇരിക്കുന്ന ജില്ലക്ക് അവധിയാന്ന് പറഞ്ഞപ്പോ വടക്കൻ ജില്ല ഓടിക്കളിക്കുന്ന ആളായിരുന്നല്ലോ. എനിക്കൊരു സ്ഥലമൊന്നും പ്രത്യേകം ഓർമ്മയുണ്ടോ ഞാൻ ഈ സ്റ്റെപ്പിൽ നിന്ന് ഇവിടെ തന്നെ താഴെ പോയത്? ആ കുളിച്ചിട്ട് വന്നിട്ട് താഴെ പോയില്ല. ഗൈസ് ഇവിടെ ആയിരുന്നു നമ്മുടെ പ്രോഗ്രാം ഒക്കെ നടന്നു. എന്തോ നല്ല ഓർഡർ ആയിട്ടടി കിടക്കുന്നത്. അതാ ഞങ്ങൾ പറഞ്ഞേ. എടി ഇവിടെ ഇരിക്കുമ്പോ ഈ ചൂടത്തിരുന്നാ പഠിക്കുന്നത്. എന്നിട്ട് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിട്ട് പദാർത്ഥം എടി. എന്നിട്ട് ഡ്രസ്സ് കാണാതെ പോയിട്ട് ഓരോരുത്തരെ പോയി തപ്പുന്നു. ശരിയാണെന്ന് വിളിച്ചേ എടി. പിന്നെ നമ്മുടെ റീൽസ് ഒക്കെ ചെയ്തത് ഇവിടെ വെച്ചങ്ങ് കണ്ടെങ്കിൽ അതാണ്ട് സോനാച്ചൻ വീഡിയോ കോളി വന്നിരിക്കുന്നു. സോനാച്ച ഹായ് പറ. അങ്ങനെ ചാപ്പൽ കയറാൻ പോവാ. അങ്ങനെ ഞങ്ങളുടെ വിജയഭവനൊക്കെ കണ്ട് പഴയ മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്ത് ഞങ്ങളിനി നേരെ അത് ഇവളുടെ കൊണ്ടടി നേരെ ഞങ്ങളിനി കോളേജിൽ കയറാം എന്നൊരു ഉദ്ദേശമുണ്ട്. പൈസ ഉണ്ടാക്കി കയറത്തില്ല എടുക്കാം. അങ്ങനെ ഞങ്ങൾ പോകാൻ തുടങ്ങും. കറക്റ്റ് ഞാൻ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് പണ്ടുണ്ട്. ഞാൻ കേറാത്ത ഡിപ്പാർട്ട്മെന്റ് കോളേജിന്റെ റൂട്ട് മാപ്പൊക്കെ എൻ്റെ പൊന്നെ. അത് മിസ്സുമാരെയൊക്കെ കണ്ട് സംസാരിച്ചു. ഞങ്ങളിപ്പോൾ കോളേജിൻ്റെ ഇവിടെ കൂടെ ഒന്ന് കറങ്ങുകയാണ് ഗൈസ്. എടി നിങ്ങളാണോ അവിടെ നിന്ന് വിളിക്കുന്നത്? എനിക്ക് തോന്നി അറിയത്തില്ലായിരുന്നല്ലോ പൈസ. അതെ എടി അവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഗൈസ്. ഇതാണ് ഞങ്ങളുടെ കോളേജ്. നമുക്ക് സ്റ്റോറി ഇടാൻ മേളിൽ നിന്ന് ഇട്ടെടുക്കാം അല്ലേ? കണ്ട അലീഷിൻ്റെ ക്ലാസ് റൂമിൻ്റെ ഒക്കെ ഫ്രണ്ടിലാണ് സുവോളജി ഡിപ്പാർട്ട്മെൻറ്റ്. ഇനി അവിടെ പ്രോഗ്രാം നടക്കുന്നത് ജസ്റ്റ് പോയി തല കഴിച്ചിട്ട് ഞങ്ങൾ വരാം ഗൈസ്. അവിടെ ഫുഡുണ്ട് കഴിച്ചിട്ട്. നല്ല ഫുഡാണ് കേട്ടോ, നല്ലതായിരിക്കും. ചോപ്സി ഗ്രില്ലഞ്ചി. അങ്ങനെ പ്രോഗ്രാമിന്റെ കുറച്ച് ഭാഗമൊക്കെ കണ്ട് ഇവിടെ ഫുഡൊക്കെ ഉണ്ട്. എല്ലാവരും ഫുഡൊക്കെ കഴിക്കുക. ഞങ്ങളുടെ രണ്ടാമത്തെ ഒന്നാമത്തെ തന്നെയാണ്. അങ്ങനെ എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞ് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലോട്ട് പോകും. അങ്ങനെ ബസ് സ്റ്റാൻഡ് എത്തി. ഇപ്പം എത്തും. എത്തി. ഇവിടെ എൻക്വയറി എവിടെയാണോ? ഞാൻ പോയി ചോദിക്കായിരുന്നു.
ടാറ്റാ ടാറ്റാ ടാറ്റാ. ഏറ്റവും അവസാനം വരുന്ന എനിക്കായിരിക്കും ഇവിടെ ബസ് വെക്കാറ്. നിർത്തി. ഗൈസ് ദാണ്ട് സ്നേഹാമ പോകുന്നു. എടി സ്വിഫ്റ്റിന് കയറി ഇത്രയാണോ? എന്റെ ദൈവമേ, എന്താ റേറ്റ് അറിയോ? എന്നാ ഇവളെയൊക്കെ ഞാൻ കാണുക. ഞാൻ കയറി വൈകി അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ട്രിപ്പെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ എത്തി. ഭയങ്കര ടയേർഡാണ്, അത്രയും ദൂരമൊക്കെ പോയിട്ട് വന്നിട്ട്. അപ്പോൾ എല്ലാവരെയും യാത്രയൊക്കെ ആക്കി വീട്ടിലെത്തി. ഇന്നത്തെ അടിപൊളി ഒരു ഡേ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.